ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ കരുണയാൽ ഈ നിമിഷം വരെയും ഈ സെക്കൻഡ് വരെയും എന്റെ കർത്താവ് നമ്മളെ ജയോത്സവമായി അവൻ വഴി നടത്തിയ കൃപയ്ക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, ഈ സെക്കൻഡ് വരെ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടി കാണത്തില്ലായിരിക്കാം. പല പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളായിരിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, സങ്കടങ്ങൾ കാണുമായിരിക്കാം, ഹൃദയത്തിൽ വേദനയും നിരാശകളൊക്കെയും കാണുമായിരിക്കാം. പക്ഷേ ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോയിട്ടും ഈ നിമിഷം വരെ എൻ്റെ കർത്താവ് നമ്മളെ വഴി നടത്തിയ കൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ കർത്താവ് നടത്തിയില്ലേ? അത്ഭുതമാക്കിയില്ലേ? ആമേൻ. ഇതുവരെ നടത്തിയെങ്കിൽ ഒരു കാര്യം ഉറച്ചോണം, ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം എൻ്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിനെ കണ്ടെത്തിയ അന്ന് മുതൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളുടെ കണക്കൊന്ന് എടുത്തു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. പല നിരാശയുടെ സന്ദർഭങ്ങളിലും എല്ലാം അവസാനിച്ചു പോയി എന്ന് കരുതിയ സന്ദർഭങ്ങളിലും എല്ലാവരും കൈവിടപ്പെട്ടു, എല്ലാ വാതിലും അടഞ്ഞു, എല്ലാ വഴിയും അടഞ്ഞു, എനിക്കിനി മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യവും ഇല്ല എന്ന് നീ വിചാരിച്ച സമയങ്ങളിൽ പോലും കർത്താവ് യേശു എത്ര അത്ഭുതകരമായിട്ട് എന്നെ നിങ്ങളെയും അതിൽ നിന്നെല്ലാം വിടുവിച്ച് വെളിയിൽ കൊണ്ടുവന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നീ സമ്മതിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇതുവരെയും അത്ഭുതങ്ങളും അടയാളങ്ങളും പല വിഷയത്തിലും തകർന്നു പോകാതെ കർത്താവ് വിടുവിച്ച് ഇതുവരെയും എന്നെ കൊണ്ടുവന്നു എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽ എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ഇതുവരെ നടത്തിയ ദൈവം ഇനിയുള്ള കാലങ്ങളിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായി പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഹാഫ് പോലെ ആയിരിക്കത്തല്ല സെക്കൻഡ് ഹാഫ് ആരംഭിക്കാൻ പോകുന്നത്. ഇതുവരെ നടത്തിയ ദൈവം ഇന്ന് പകൽ നീ സ്ട്രഗിൾ ചെയ്യുന്ന, വേദനിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ അകത്ത് നീ പോലും ചിന്തിക്കാത്തൊരു പോക്കുവഴി എന്നെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് ആ നിരാശ മനസ്സിലേക്ക് നിർത്തി, ആ സങ്കടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒന്ന് മാറ്റിവെച്ച് ഹൃദയത്തിന്റെ അകത്തുനിന്ന് വേണം യേശുവെ നന്ദി, ഇതുവരെ എന്നെ നടത്തിയതിനായി, ഇതുവരെ എന്നെ കരുതിയതിനായി, പ്രൈസ് ദി ലോർഡ്, ഇതുവരെ എൻ്റെ കൂടെ ഇരുന്നതിനായി, ഇതുവരെയും അങ്ങനെക്ക് നല്ലവനായി, ആമേൻ, തകർന്നു പോകാതെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നശിച്ചു പോകാതെ, പലപ്പോഴും പല സാഹചര്യങ്ങളിലും ആമേൻ കൈവിട്ടുപോയി, തകർന്നു പോയി എന്നിടങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് എന്നെ പണിതെടുത്ത് ആമേൻ കൊണ്ടുവന്ന് ഇതുവരെ നിർത്തിയതിനായി നന്ദി എന്ന് ഒന്ന് ചേർന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്, ചേർന്ന് പറയാമോ? ആ ഭാരങ്ങളെല്ലാം കുടഞ്ഞുകള, ആ പ്രയാസങ്ങളെല്ലാം കുടഞ്ഞുകള, ആ ഭാരത്തോട് പ്രയാസത്തോട് പറ, നിനക്കുള്ള സ്ഥാനം ഇവിടെ അല്ല. ആമേൻ. നിനക്ക് എൻ്റെ മേലൊരു സ്ഥാനവുമില്ല, ഒരു അധികാരവുമില്ല. ഞാൻ യേശുവിന്റെ പൈതലാണ്, യേശുവാണ് എൻ്റെ കർത്താവ്, യേശു എന്ന പാറയല്ല ഞാൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാരത്തോടും നിരാശയോടും നിങ്ങൾ തന്നെ പറയണം, യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ട് മാറിപ്പോ. ആമേൻ. നീ പറഞ്ഞാൽ മതി, കർത്താവ് അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കാര്യം നിന്റെ വാക്കിന്റെ അകത്ത് അധികാരമുണ്ട്. നിന്റെ വാക്കിന്റെ അകത്ത് ആമേൻ സകലത്തെയും മാറ്റിമറിക്കുന്ന അഭിഷേകം ആമേൻ ദൈവം യേശു നിന്റെ നാവിന്റെ അകത്ത് അവൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വചനം വായിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 തിമോത്തി 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് നിമിത്തം തന്നെ ഞാനിതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല, ഭാരപ്പെടുന്നില്ല. കാരണം ആമേൻ, പൗലോസ് പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആമേൻ. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെയും എന്നെ കാക്കുവാൻ അവൻ മതിയായവൻ. എത്ര കോൺഫിഡന്റ് ആയി. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, ഈ കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളല്ലായിരുന്നു പൗലോസ് അപ്പോസ്തലൻ, അല്ലേ? കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ് പൗലോസ് ആമേൻ യേശുവിനെ കാണുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുവരെ താൻ ആരെ കൊന്നുമുടിക്കാൻ പോയോ, ആർക്കെതിരായി നിന്നുവോ, ആമേൻ, അവരെ നേടുന്നവരായി, ആമേൻ, ദൈവത്തിന്റെ അപ്പോസ്തലനായി, ആമേൻ, അഭിഷിക്തനായി, പ്രൈസ് ദി ലോർഡ്, അനേക സഭകളെ സ്ഥാപിക്കുവാൻ, അനേക ആമേൻ ദൈവിക വെളിപ്പാടുകൾ, ദൈവിക കൃപകൾ, വെളിപ്പാടുകൾ, ആമേൻ, സഭകളെ അറിയിപ്പാൻ ആമേൻ സ്വർഗം തെരഞ്ഞെടുത്ത ഒരു അഭിഷിക്തനാണല്ലോ ആമേൻ പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. നമുക്കറിയാം, പൗലോസിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ, ആമേൻ, ലേഖനങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഈ പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ സുവിശേഷം ഇറങ്ങിയതിനു ശേഷം, അല്ലെങ്കിൽ സുവിശേഷം കർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയതിന് ശേഷം തന്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രതികൂലങ്ങൾ, എന്തുമാത്രം പ്രതികൂല സാഹചര്യങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നല്ലേ? പൗലോസ് തന്നെ
ഒരു ഭാഗത്ത് പറയുകയാണ്, അവൻ പലവട്ടം തടവ്, തല്ല്, പ്രൈസ് ദി ലോർഡ്, നഗ്നത, പട്ടിണി, ഇല്ലേ, ഹല്ലേലൂയ, അവൻ വെള്ളത്തിലുള്ള ആപത്ത്, കരയിലുള്ള ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ ആമേൻ അപ്പോസ്തലനായ പൗലോസ് ആമേൻ കടന്നു പോകാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ നീ പോലും വിചാരിക്കാത്ത സാഹചര്യങ്ങൾ നിനക്കെതിരായി വരുന്നുണ്ടോ? നീ പോലും വിചാരിക്കാത്ത മനുഷ്യർ ആമേൻ നിനക്കെതിരായി നിൽക്കുന്നുണ്ടോ? ഭാരപ്പെടേണ്ട, നീ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഹല്ലേലൂയ. നിന്റെ വിളി കറക്റ്റ് ആണ്, നിന്റെ മേലുള്ള അഭിഷേകം കറക്റ്റ് ആണ്. ആമേൻ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേൻ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അറിയാതെ ആമേൻ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നീ തകർന്നു പോവുകയല്ല ചെയ്യുന്നത്. ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവം നിന്നെ പണിയുകയാണ്. ഹല്ലേലൂയ. അവൻ നിന്നെ പണിതെടുക്കുകയാണ് ഒരു മാനപാത്രമായി. അനേക കൊട്ടാരങ്ങളെ അലങ്കരിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, അവൻ അനേക സ്ഥലങ്ങളെ അലങ്കരിപ്പാൻ, അവൻ അനേകർക്കൊരു മാന്യതയായി, ഹല്ലേലൂയ, അനേകർക്കൊരു വിടുതലായി, അനേകർക്കൊരു അത്ഭുതമായി, അനേകർക്കൊരു സാക്ഷ്യമായി അവൻ സ്വർഗത്തിലെ ദൈവം നിന്നെ പണിതുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ധൈര്യത്തോടിരിക്കുക, നിരാശപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രതികൂലങ്ങൾ ഏറുമ്പോൾ അവൻ കർത്താവിന് സ്തോത്രം ചെയ്യണം. വിഷയങ്ങൾ വരുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. അവിടെ നിരാശയല്ല പറയേണ്ടത്, നിരാശപ്പെടുകയല്ല വേണ്ടത്. അവൻ പ്രൈസ് ദി ലോർഡ്. കാരണം നിന്നെ വിളിച്ചതൊരു മനുഷ്യനല്ല, നിന്നെ വിളിച്ചതൊരു സഭയോ സമുദായമോ, അവൻ പ്രൈസ് ദി ലോർഡ് ഒരു സഭയുടെ നേതാവോ അല്ല നിന്നെ വിളിച്ചത്. അവൻ നിന്നെ വിളിച്ചത് സർവശക്തനായ ദൈവമാണ്. അവൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, നിന്നെ മേൽ കൃപാവരങ്ങളെ തന്നിരിക്കുന്നത്, അവൻ നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആമേൻ സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് പ്രിയപ്പെട്ടവനെ, ആമേൻ ഒരു സാഹചര്യത്തിനും ഒരു വിഷയത്തിനും ആമേൻ നിന്നെ തകർക്കാൻ പറ്റത്തില്ല. കാരണം സ്വർഗം വിളിച്ചപ്പോൾ നിന്റെ മേൽ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആമേൻ നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്നിലൂടെ തന്നെ അവൻ പൂർത്തീകരിക്കുക ചെയ്യും. ധൈര്യത്തോടെ ഇരിക്കുക, കർത്താവിനെ സ്തോത്രം ചെയ്ത്. ആമേൻ. ഇവിടെ പൗലോസ് സ്ലീഹ തിമോത്തിയോട്, തന്റെ നിജപുത്രനായ തിമോത്തിയോട് താൻ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന്. അവൻ തന്നെ പറയുകയാണ്, അവൻ ഇത് നിമിത്തം തന്നെ ഞാൻ ഒക്കെയും സഹിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, എങ്കിലും ആമേൻ ഞാൻ നിരാശപ്പെടുന്നില്ല, എനിക്ക് നിരാശയില്ല, പ്രൈസ് ദി ലോർഡ്. പല സാഹചര്യങ്ങൾ വരുമ്പോഴും പൗലോസ് നമുക്കറിയാം, ആമേൻ ജയിലിൽ വെച്ച് താൻ ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുക, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ആമേൻ നിരാശപ്പെടേണ്ട സാഹചര്യങ്ങളിൽ, ആമേൻ എല്ലാം മടുത്തു, നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയി എന്നിരിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇല്ല, ഞാൻ ഈ സാഹചര്യത്തിന് ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല, ഈ സാഹചര്യത്തിന് കീഴ്പ്പെട്ട് കൊടുക്കത്തില്ല. അവൻ ആ കാരാഗ്രഹത്തിൽ കിടന്നും താൻ ലേഖനം എഴുതിയപ്പോൾ താൻ സഭകളെ സന്തോഷിപ്പിക്കുകയാണ്. അവൻ സഭയെ ധൈര്യപ്പെടുത്ത, സഭയോട് താൻ പറയുകയാണ്, ധൈര്യത്തോടിരിപ്പീൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ ബൈബിളിൽ എന്റെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ച് ആമേൻ ഒരു അപ്പസ്തോലനാണല്ലോ ആമേൻ പൗലോസ് അപ്പസ്തോലൻ. അനേക സഭകളെ സൃഷ്ടിക്കുവാൻ, അനേക ദൈവിക വെളിപ്പാടുകൾ ആമേൻ ഈ ലോകത്തോട് അറിയിപ്പാൻ, സഭയോട് അറിയിപ്പാൻ എന്റെ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു പാത്രമാണല്ലോ പൗലോസ് അപ്പസ്തോലൻ. ഹല്ലേലൂയ. ആമേൻ തന്റെ ജീവിതത്തിൽ ആമേൻ പ്രതികൂല സാഹചര്യങ്ങളിൽ, ആമേൻ തന്റെ ജീവിതത്തിൽ ആമേൻ തനിക്ക് മുന്നേറാൻ പറ്റാത്ത അനേക അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും തനിക്ക് വേണമെങ്കിൽ ആമേൻ നിരാശയിൽ എല്ലാം ഇട്ടേച്ച് പോകാമായിരുന്നു. പക്ഷേ ആമേൻ പൗലോസ് പറയുകയാണ്, ആമേൻ ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽ നിങ്ങളോട് പറയാനുള്ള എന്റെ സന്ദേശം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ആരാണ് എന്ന് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. നമ്മൾ ചുമ്മാ കർത്താവേ യേശുവേ സ്തോത്രം എന്ന് പറയുകയല്ല. നീ യേശുവേ എന്ന് വിളിക്കുന്ന, കർത്താവേ എന്ന് വിളിക്കുന്ന, എന്റെ അപ്പാ എന്ന് വിളിക്കുന്ന ആ യേശു, അവൻ ആരാണ്? ഇന്ന് പകലും അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ഹല്ലേലൂയ. അവൻ നിന്റെ ജീവിതത്തിൽ അവൻ എന്തെല്ലാം ഒരുക്കിയിരിക്കുന്നുവെന്ന് ഇന്ന് പകൽ നീ അറിയണം. അതുകൊണ്ടാണ് പൗലോസിന്റെ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത്, അവൻ നിന്റെ വിളിയാൽ ഉള്ള ആശ ഇന്നും തിരിച്ചറിയേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന് ആമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ നിന്റെ യേശു ആരാന്ന് തിരിച്ചറിഞ്ഞ് അവൻ നിന്നെ പാതി വഴി ഇട്ടേച്ച് പോകുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെ കൈവിട്ടേച്ച് പോകുന്നവനല്ല. ഹല്ലേലൂയ. ആമേൻ നീ നശിക്കട്ടെ എന്ന് കരുതി അവൻ വിഷയത്തിന്റെ മധ്യത്തിൽ ഇട്ടേച്ച് പോകുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ സ്വർഗത്തിലെ ദൈവം നിന്നെ കരം പിടിച്ചുയർത്തുവാൻ, അവൻ നീ എവിടെ തകർന്നു പോയോ, എവിടെ തലകുനിക്കേണ്ടി വന്നുവോ, അവൻ എവിടെ ലജ്ജിക്കേണ്ടി വന്നുവോ, പ്രൈസ് ദി ലോർഡ്, എവിടെ നീ മിണ്ടാതിരിക്കേണ്ടി വന്നുവോ, അവരുടെ മധ്യത്തിൽ തന്നെ, അവരുടെ മധ്യത്തിൽ തന്നെ ആമേൻ നിന്നെ ഉയർത്തി നിർത്തിയിട്ട് ആമേൻ ദൈവരാജ്യത്തിന്റെ ഡിസ്പ്ലേ ആയി ആമേൻ നിന്നെ ലോകത്തോട് പ്രദർശിപ്പിക്കാൻ എൻ്റെ കർത്താവിന് നിന്നെക്കുറിച്ച് ആഗ്രഹമുണ്ട്.
ആമേൻ. ഞാനത് പറയുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മ പറയുകയാണ്, അവൻ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി നിരാശപ്പെട്ടിരിക്കുന്ന, വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ടും അവൻ നിരാശയോടിരിക്കുന്ന, ഭാരത്തോടിരിക്കുന്ന, ഹല്ലേലൂയ, അവൻ ഒറ്റപ്പെടുത്തൽ, പ്രൈസ് ലോർഡ്, അവൻ ഏകാന്തതയിലിരിക്കുന്ന അവൻ ആരോ എന്നെ കേൾക്കുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവൻ സകലത്തെയും ഒന്ന് കുടഞ്ഞു കളഞ്ഞ്, ആ നിരാശയെ കുടഞ്ഞു കളഞ്ഞ്, ആ ഭാരത്തെ കുടഞ്ഞു കളഞ്ഞ്. ഹല്ലേലൂയ. നീ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നുകൊണ്ടാണ് നിരാശപ്പെടുന്നത്. നിന്റെ നോട്ടം മനുഷ്യന്റെ മുഖത്തേക്കാവരുത്. നിന്റെ നോട്ടം നിന്നെ വിളിച്ച യേശുവിന്റെ പൊന്നുമുഖത്തേക്കായി മാറട്ടെ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ആമേൻ, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഒന്ന് പറഞ്ഞേ, എന്നോട് പറഞ്ഞേ, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിന്റെ സാഹചര്യങ്ങളെല്ലാം നോക്കി പറ. സാഹചര്യമേ, കടഭാരമേ, രോഗമേ, ആമേൻ, നിരാശയെ, തകർച്ചയെ, വേദനയെ, അവൻ ആ വിഷയത്തെ നോക്കി പറ. ഞാൻ ആരെ വിശ്വസിക്കുന്നത് എനിക്കറിയാം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഒരു കടഭാരത്തിനും, ഒരു നിരാശയ്ക്കും, ഒരു നെഗറ്റീവ് സാഹചര്യത്തിനും, ഒരു വിഷയത്തിനും എന്നെ തൊടാൻ ഒക്കത്തില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന യേശു ഇന്നു പകലും എനിക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഹല്ലേലൂയ. കാര്യം കർത്താവിന്റെ കരുണയാൽ ആമേൻ 25ഓളം വർഷമായി ഞാൻ സുവിശേഷ വേല ചെയ്യുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഇന്നും ഞാൻ ഇവിടെ ആയിരിക്കും, ഞാൻ UK-യിലായിരിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ആമേൻ, എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ നടക്കുന്ന വഴിയിലും പോകുന്ന വടത്തുമെല്ലാം അന്യഭാഷയെല്ലാം പറഞ്ഞ് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. എനിക്കറിയാം എൻ്റെ കർത്താവ് എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ഈ രാജ്യത്ത് എൻ്റെ കർത്താവ് ഒരു കൊയ്ത്തൊരുക്കി വെച്ചിട്ടുണ്ട്. ആ കൊയ്ത്തിന് വേണ്ടി നിൽക്കുവാൻ, ഹല്ലേലൂയ, ആ കൊയ്ത്തിന് വേണ്ടി മുന്നോട്ട് ഓടുവാൻ, 10,000 നേടുവാൻ, പ്രൈസ് ദി ലോർഡ്, അവൻ 10,000 നേടുവാനാ എൻ്റെ കർത്താവ് എന്നെ ഒരു അപ്പസ്തോലനായി അവൻ ഈ ദേശത്ത് ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വിളിയെക്കുറിച്ച്, നിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരിക്കാം. പ്രൈസ് ലോർഡ്. നിന്റെ കൂട്ട് സഹോദരന്മാർക്ക് അറിയത്തില്ലായിരിക്കാം. ആമേൻ. നിന്റെ കൂട്ട് വിശ്വാസികൾക്ക് അറിയത്തില്ലായിരിക്കാം. ആമേൻ. പലർക്കും അറിയത്തില്ലായിരിക്കാം. പക്ഷേ ആമേൻ, നിന്റെ വിളി ഉന്നതമാണ്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ ഒരു നാളും നിന്നെ കൈവിടത്തില്ല, അവനെ ഉപേക്ഷിക്കത്തുമില്ല. ആമേൻ. എന്നോട് പറയാമോ, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ നാളുകളിൽ അവൻ പലവിധമായ വിഷയത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയും എല്ലാം ഞാൻ കടന്നു പോകുമ്പോൾ, അവൻ പോയപ്പോഴും പോകുമ്പോഴും ഒക്കെയും അവൻ ഈ ഒരു വാക്യം പ്രിയപ്പെട്ടവരെ എന്നെ ഒത്തിരി ബലപ്പെടുത്തും. ഹല്ലേലൂയ. എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന, എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്ന, എന്നെ ഒത്തിരി ചാർജ് ചെയ്യുന്ന ആമേൻ വാക്യങ്ങളിൽ ഒരു വാക്യമാണിത്. പൗലോസ് പറയുക, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. ആ ചങ്കത്തോട്ട് കൈവച്ച് പറ, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം. ഉറക്കെ പറഞ്ഞ് ആമേൻ, നീ കേൾക്കുന്ന പോലെ, ആമേൻ, നിന്റെ വീട്ടുകാർ കേൾക്കുന്ന പോലെ, പ്രൈസ് ലോർഡ്, ഒന്ന് ഉറക്കെ പറഞ്ഞ്, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം. ആമേൻ. ഹല്ലേലൂയ. നിനക്കറിയാമോ നിന്റെ യേശുവാനാണ്? ആമേൻ. അവനൊരിക്കലും നിന്നെ കൈവിടാത്തവന്. ഹല്ലേലൂയ. അവനൊരിക്കലും വാക്കുമാറ്റി പറയാത്തവന്. മനുഷ്യൻ വാക്ക് മാറ്റി പറയും. മനുഷ്യൻ സാഹചര്യം അനുസരിച്ച്, സന്ദർഭം അനുസരിച്ച് അവരവരുടെ രീതികൾ മാറ്റും, വാക്കുകൾ മാറ്റും. പക്ഷെ നിന്നെ വിളിച്ച ദൈവം അവനൊരിക്കലും വാക്ക് മാറത്തില്ല. അവനൊരിക്കലും ആമേൻ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനല്ല. പ്രൈസ് ലോർഡ്. സാഹചര്യങ്ങളുടെ മീതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വാക്യോട് വായിച്ച കർത്താവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിൽ ആഗ്രഹിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, പ്രിയപ്പെട്ടവരെ, വാക്യം വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ആമേൻ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ആമേൻ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ആമേൻ. ഇത് ഈ പൗലോസും ശീലാസും, ഹല്ലേലൂയ, ഇവർ പാടുന്നതും ഇവർ പ്രാർത്ഥിക്കുന്നതും ആമേൻ AC ഹോട്ടലിലോ അല്ലെങ്കിൽ വലിയ എന്തോ പറയുക, പ്രൈസ് ലോർഡ്, ആമേൻ, ഒരു സന്തോഷിക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്തിരുന്നല്ലല്ലോ അവർ പ്രാർത്ഥിക്കും. നമുക്കറിയാം, ഈ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. ഇതിനെക്കുറിച്ചൊന്നും ഒത്തിരി ആമേൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യം നിങ്ങൾക്കറിയാം. പ്രൈസ് ലോർഡ്. പൗലോസും ശീലാസും എവിടെയാണ് ഇരിക്കുന്നത്? അവർ റിസോർട്ടിലല്ല കിടക്കുന്നത്. ആമേൻ. ആ റിസോർട്ടിനകത്തല്ല അവർ കിടക്കുന്നത്. അവര് ഏതോ ഒരു 5 സ്റ്റാർ ഹോട്ടലിലല്ല അവർ കിടക്കുന്നത്. ഹല്ലേലൂയ. അവരിപ്പോ കിടക്കുന്നത് എവിടെയാ? ഒരു തടവറയ്ക്കകത്ത്. ആമേൻ. അതെന്തിനാണ് അവിടെ കിടക്കുന്നത്? അവർ മോഷ്ടിച്ചിട്ടല്ല. ആമേൻ. അവര് മറ്റു കുറ്റങ്ങൾ ചെയ്തിട്ടല്ല, മറ്റു കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടല്ല. ആമേൻ. വചനം പറയുകയാണ്, സുവിശേഷ നിമിത്തം, യേശുവിനെ പറഞ്ഞ നിമിത്തം, സുവിശേഷം അറിയിച്ച നിമിത്തം, ഹല്ലേലൂയ, യേശുവിനെ ലോകത്തിൽ നൽകിയ നിമിത്തം
അവരിപ്പോ എന്താ ചെയ്യുക? അവര് തടവുകാരായി പിടിക്കപ്പെട്ടവരായി അവര് കാരാഗൃഹത്തിനകത്ത് കിടക്കുക ഇല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, യേശുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി, അല്ലെങ്കിൽ ഈ വേദപുസ്തകം, ഈ പുസ്തകം കയ്യിലെടുത്തിട്ട് ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളോട് നീ പ്രയാസങ്ങളാണോ കടന്നു പോകുന്നത്? ചില വിഷയങ്ങൾ നിന്റെ ചിന്തയ്ക്കും അതീതമായിട്ടാണോ നടക്കുന്നത്? സന്തോഷിച്ചോ, കറക്റ്റ് ട്രാക്കിലാണ് നിൽക്കുന്നത്. നീ കറക്റ്റ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളാണോ വരുന്നത്? ഒന്നും പേടിക്കേണ്ട, നീ കറക്റ്റ് ട്രാക്കിലാണ്. കർത്താവ് ഈ ട്രാക്കിൽ നിനക്ക് വേണ്ടി എന്തൊക്കെയോ വെളിപ്പെടുത്താനായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് വന്നൊരു ചിന്തയാണ്, പത്മോസ് ദ്വീപിൽ യോഹന്നാനെ തന്റെ വാർദ്ധക്യ സമയത്ത്, ചരിത്രം അങ്ങനെ പറഞ്ഞു, വാർദ്ധക്യത്തിലാണ് യോഹന്നാൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടു. അതിന് നാടുകടത്തിയത് അവൻ സുവിശേഷ നിമിത്തം, യേശുവിനെ പറഞ്ഞ നിമിത്തം. ഹല്ലേലൂയ. അവൻ നാടുകടത്തപ്പെട്ടു ഇല്ലേ? അവിടെ ചെല്ലുമ്പോൾ ആ പത്മോസിൽ നിങ്ങൾക്കറിയാം പ്രതികൂലങ്ങളാണ്, ചുറ്റും പ്രതികൂലങ്ങളാണ്. ആരും സഹായിക്കാനില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടില്ല. ആരെങ്കിലും സഹോദരന്മാരെ വിളിച്ച് ധൈര്യത്തോടെ ഇരിക്കുക എന്ന് പറയാനായിട്ട് ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ ആരുമില്ല. അങ്ങനെയുള്ള സഹോദരന്മാരെ കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെ സഹായിക്കാൻ ആരുമില്ല, തന്നെ കൂടെ നിൽക്കാൻ ആരുമില്ല, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ഒരു പക്ഷേ ആരും കാണുമോ എനിക്കറിയത്തില്ല. ഇനിവേ താൻ ആ പത്മോസ് ദ്വീപിൽ തന്നായിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ പത്മോസ് ദ്വീപിൽ ഇരുവന്ന അനേകര് ആരൊക്കെ വന്നിട്ടുണ്ടോ? അവരെല്ലാം അവിടെ പെട്ടുപോയി കാണുമായിരിക്കും, അവിടെ നശിച്ചു പോയി കാണും, മരിച്ചു പോയിട്ടുണ്ടാവും. എന്നാൽ യോഹന്നാനെ അങ്ങോട്ടേക്ക് കർത്താവ് അയച്ചിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മ ഒരു വാക്കുകൾ പറയുകയാണ്, ഒരു കാര്യം പറയുകയായിരുന്നു. മോനെ, ആ പത്മോസ് ദ്വീപിൽ പോയവരെല്ലാവരും അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിന് എൻഡ് ആയിരുന്നെങ്കിൽ, അവരുടെ ജീവിതത്തിന് അവിടെ വെച്ചൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയായിരുന്നെങ്കിൽ, ഇവിടെ യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് പോയത് എൻ്റെ അറിവ്, ഞാൻ അറിയാതെ അല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ അറിയാതെ അല്ല യോഹന്നാൻ അവിടെ പോയത്, ഞാൻ അറിഞ്ഞുകൊണ്ടാ പോയത്. അതെന്തിനാ അവിടെ പോയത്? പ്രൈസ് ദി ലോർഡ്. അവിടെ തന്റെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയല്ല, ആർക്കും കൊടുക്കാത്ത ഒരു സ്വർഗീയ ദർശനം, ആരും കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീയ ദർശനം, സ്വർഗീയ വെളിപ്പാട് എനിക്ക് അവന്റെ മേൽ കൈമാറാനുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് അവനെ ഞാൻ പത്മോസിൽ കൊണ്ടുപോയത്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനെ പറഞ്ഞു, ഈ പത്മോസ് അനേകരുടെയും ജീവിതത്തിൽ നാശമായിരുന്നെങ്കിൽ, അനേകരുടെയും ജീവിത തകർച്ചയായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഒരു അഭിഷിക്തനെ സംബന്ധിച്ചോളം ആ പത്മോസ് അവന്റെ ജീവിതത്തിന്റെ അവസാന വാക്കല്ല, അവന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ വാക്കല്ല. ആ പത്മോസിൽ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിശ്വതനായി ആരും കണ്ടിട്ടില്ലാത്ത സ്വർഗീയ ദർശനം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, നിന്റെ ജീവിതത്തിലെ കാലഘട്ടത്തിന് അനുഭവമാണെങ്കിലും, ആ പൗലോസും ശീലാസും കയ്യും കാലും ആമത്തിലിട്ട് അനങ്ങാൻ കഴിയാത്തവരെ അടിയേറ്റ് മുറിപ്പെട്ട് തകർന്ന കിടക്കുന്നത്. മറ്റൊരു പറഞ്ഞാണോ വലിയ പ്രാർത്ഥനക്കാരാ, നോക്ക് അവന്റെ അവസ്ഥ നോക്കി. നിന്നോക്കെ ആയാലും പറയുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ വന്നതാ, ആമേൻ, സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയതാ, അവന്റെ അവസ്ഥ നോക്കി എന്ന് പലരും പറയുന്നുണ്ടോ? പേടിക്കണ്ട, ഉത്തരം കർത്താവ് തരും. ഹല്ലേലൂയ. മറുപടി കർത്താവ് തരും. കർത്താവ് തെളിയിച്ചു കാണിക്കും. പ്രൈസ് ദി ലോർഡ്. നീ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നും നിന്റെ കർത്താവ് സർവശക്തനാണെന്നും ദൈവം തെളിയിച്ച് കാണിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട. ഹല്ലേലൂയ. നോക്കിയ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ആ അടിയേറ്റ് മുറിവേറ്റ് വേണമെങ്കിൽ അവർക്ക് നിരാശ പറയാം അല്ലേ? അവരോടെ പറയാ, അയ്യോ എന്തൊരവസ്ഥയാ, എന്തൊരു വേദനയാ, എന്നാലും ദൈവം അനുവദിച്ചല്ലോ, എന്തെല്ലാം പറയാം. പക്ഷെ നോക്ക്, അർദ്ധരാത്രിയിൽ അവരൊരു കാര്യം ചെയ്തു, അവര് പ്രാർത്ഥിച്ചു, അവര് പാടി, അവർ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ഇന്ന് നീ ആയിരിക്കുന്ന ഈ കാരാഗൃഹത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയാൻ തയ്യാറാണോ? അന്യഭാഷ പറയാൻ തയ്യാറാണോ? ആരാധിപ്പാൻ തയ്യാറാണോ? ഹല്ലേലൂയ. അവരെ അടിച്ച കാരാഗ്രഹത്തിന്റെ ആ ജയിലർ തന്നെ അവരുടെ അടുക്കൽ വന്ന് മുഴങ്കാലി വീട്ട് പറയുകയാണ്, ഞങ്ങൾ രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ട? ഇതാ ദൈവപ്രവൃത്തി, ഇതാ കർത്താവിന്റെ മധുര പ്രതികാരം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഉപദ്രവിച്ചവര്, നിന്നെ നാശം കാണാൻ ആഗ്രഹിച്ചവര്, നിന്നെ തള്ളിപ്പറഞ്ഞവര്, നിന്നെ ഒറ്റപ്പെടുത്തിയവര് നിന്റെ മുമ്പിൽ വരും. ആമേൻ. സൗരി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.
നിങ്ങൾ പ്രാർത്ഥിച്ചാലേ എനിക്കൊരു വിടുതലുണ്ട് എന്ന് പറയുന്ന രീതിയിൽ കർത്താവ് നിന്നെ അഭിഷേകത്താൽ നിറച്ച് അനേകരുടെ മുൻപിൽ അവൻ നിന്നെ തെളിയിച്ചു കാണിക്കും. ആമേൻ. യോഹന്നാൻ പത്മോസിലായിരിക്കുമ്പോഴും തനിക്ക് പേടിയൊന്നുമില്ല. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഞങ്ങള് പ്രസംഗിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ കൂട്ടി തന്നെ അവൻ ഒറ്റയ്ക്കായിരുന്നു, അവന് ഭാരമായിരുന്നു, നിരാശയായിരുന്നു, പേടിച്ചിരുന്നപ്പോൾ അവന്റെ പിറകിൽ നിന്ന് ശബ്ദം കേട്ടു. അതൊക്കെ പ്രസംഗത്തിന്റെ ശൈലിക്ക് വേണ്ടി പറയും, പക്ഷെ അങ്ങനൊന്നും ബൈബിളിൽ പറയുന്നില്ല. ആമേൻ. താൻ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ വായിച്ചിങ്ങനെയാണ്, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിശുദ്ധിയിലായി തീർന്നു. നിന്റെ അകത്തൊരു പരിശുദ്ധാത്മാവുണ്ട്, നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ മേൽ അഭിഷേകമുണ്ട്. ആമേൻ. ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഒരു സമ്പ്രദായത്തിനും നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് ശക്തിയെ കെടുത്തിക്കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ധൈര്യത്തോടിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. ഒന്നുകൂടെ ആ ചങ്കത്തോട്ട് ചോദിച്ചു പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം. നീ ഒന്ന് അറിഞ്ഞേ, നിന്റെ യേശു ആരാന്നൊന്ന് അറിഞ്ഞേ. പ്രൈസ് ലോർഡ്. മനുഷ്യന്മാർ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഞായറാഴ്ചയിൽ മാത്രമുള്ള ഒരു ദൈവമല്ലത്. നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്റെ മകളുടെ വിവാഹത്തിന്റെ വിഷയമാണോ, കടഭാരമാണോ, ജപ്തിയാണോ? പ്രൈസ് ലോർഡ്. അനേകര് എന്നോട് പറഞ്ഞു, ബ്രദറെ ജപ്തിയാണ്. ആമേൻ. പല വിഷയങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും. ആമേൻ. സോ നോക്ക്, ആമേൻ. ഏത് സാഹചര്യമാണ് നിന്റെ ജീവിതത്തിൽ? ഒരു വഴിയും നിനക്കില്ലേ? പ്രൈസ് ലോർഡ്. നിനക്ക് പ്രാർത്ഥിക്കാമോ? 2 അന്യഭാഷ പറയാം, സ്തോത്രം പറയാം. ആമേൻ. തടവറയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പം, ആമേൻ, ആ ചരിത്രത്തിൽ അതിന് മുമ്പെങ്ങും ആ തടവറയുടെ അടിസ്ഥാനം കുലുങ്ങിയതായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലേ? എന്നാൽ അവിടെ അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ തടവറയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, അല്ലേ? ആമേൻ. ഇതുവരെ നടക്കാത്തൊരു അത്ഭുതം അവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുക. ഞാൻ ദൂത് പറയാം, ഇതുവരെ നടക്കാത്തൊരു അത്ഭുതം സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. ആമേൻ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, ഞാൻ ഈ പറഞ്ഞ അതേ അനുഭവത്തിലൂടെ, ആമേൻ, നീ വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടും നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ ഏറെ നിരാശ അനുഭവിക്കുന്ന വ്യക്തിയാണോ? ഏറെ ഭാരം അനുഭവിക്കുന്ന വ്യക്തിയാണോ? ആരും നിന്നെ ഒരു നല്ല വാക്കുപോലും പറയാനില്ലാതെ, ആമേൻ, ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഇന്ന് ആരും എന്നെ കേൾക്കുന്നു. പ്രൈസ് ലോർഡ്. നിങ്ങളോട് ഞാൻ പറയട്ടെ, വചനം പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് എന്റെ കർത്താവ് സമീപസ്ഥൻ. അവൻ നിന്റെ കൂടെ ഉണ്ട്. ഇമ്മാനുവലായി അവൻ നിന്റെ കൂടെ ഉണ്ട്. ആമേൻ. ഇന്ന് ഈ സമയം നിന്റെ ജീവിതത്തിൽ ഒരു വാതിൽ എന്റെ കർത്താവ് തുറക്കുക. ധൈര്യത്തോടിരിക്കുക. യേശു നിന്റെ കർത്താവ്. വിട്ടുകൊടുക്കരുത്. നിന്റെ പ്രാർത്ഥനയിൽ കോംപ്രമൈസ് ചെയ്യരുത്. ആരാധനയിൽ കോംപ്രമൈസ് ചെയ്യരുത്. ദൈവവചന ധ്യാനത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. ആമേൻ. ആമേൻ. കർത്താവിനോട് ഇരിക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്യരുത്. പ്രൈസ് ലോർഡ്. നീ ഒരു ചരിത്രമായി, ഒരു അത്ഭുതമായി കർത്താവ് നിന്നെ തെളിയിച്ചിരിക്കും. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്. ആ വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്നോട് പറയാമോ? ഞാൻ ആരെ വിശ്വസിക്കുന്നു? ഒന്ന് പറയാം. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഉറക്കെ പറ. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവന്റെ പേര് യേശു. ഇന്നും അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഭാരവും ആ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തേ. ആ സങ്കടങ്ങളെ കൊടുത്തേ, നിരാശകളെ കൊടുത്തേ, ആ പ്രാർത്ഥനാ വിഷയങ്ങളെ കൊടുത്തേ. പ്രൈസ് ലോർഡ്. നീ എന്തിനാ അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? നീ എന്തിനാ അതെല്ലാം ഭാരം പേറുന്നത്? ആമേൻ. അതെല്ലാം ആ നല്ല യേശുവിന്റെ കരങ്ങളിൽ ഒന്ന് കൊടുത്തിട്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ആമേൻ. ഇന്നൊരു അത്ഭുതം നടക്കും. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. കർത്താവെ, അല്പസമയം നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ കേട്ടല്ലോ, ആമേൻ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക്, ആമേൻ, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതൊരു കഥയോ, ആമേൻ, മനുഷ്യ നിർമ്മിതമായ കാര്യങ്ങളെ അല്ലല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്നു പകലും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണല്ലോ. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഈ മീറ്റിംഗിലായിരിക്കുന്ന, ഇത് കാണാൻ പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ.
ഹൃദയത്തിൽ സമാധാനമില്ലാത്തവരുടെ മേൽ ആമേൻ ദൈവിക സമാധാനം ഉണ്ടാവട്ടെ, സ്വസ്ഥത ഉണ്ടാവട്ടെ. ആമേനോട് കർത്താവ് എന്ന് പറയുന്നു, സ്വസ്ഥത കർത്താവ് വരുത്തും. സ്വസ്ഥത ഇല്ലാത്തടത്ത് എൻ്റെ കർത്താവ് സ്വസ്ഥത വരുത്തും. പ്രൈസ് ലോർഡ്. കർത്താവേ, നീ സ്വസ്ഥത വരുത്തണം. ഹല്ലേലൂയ. ചില ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മുടങ്ങി കിടക്കുന്ന വിവാഹാലോചനകൾ യേശുവിൻ നാമത്തിൽ ആ വിവാഹങ്ങൾ നടക്കട്ടെ. കർത്താവെ, ഡൈവോഴ്സുകൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, കുടുംബജീവിതത്തിലെ തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബങ്ങൾ സ്വർഗമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകൾ യേശുവിനെ അറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തന്മാരായി, പ്രവാചകന്മാരായി തലമുറകൾ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പിതാവേടിയും പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ജപ്തികൾ മാറിപ്പോട്ടെ. ആമേൻ രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. കർത്താവെ, ഒരു പുതിയ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നല്ലോ കർത്താവെ. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി കർത്താവ് വഴിയൊരുക്കണം യേശുവിന്റെ നാമത്തിൽ. അവൻ പുതിയ ഭവനങ്ങൾ ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഭവനങ്ങൾ ലഭിക്കട്ടെ. എന്നാലും കർത്താവെ, അതിനേക്കാൾ എല്ലാം ഉപരിയായി യേശുവിനെ ഒന്ന് സ്നേഹിക്കാൻ, യേശുവിനെ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാൻ, അവന്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ, യേശുവാണ് എൻ്റെ കർത്താവെന്ന് ധൈര്യത്തോടെ പറയുവാൻ എൻ്റെ കർത്താവ് ഓരോരുത്തരെയും ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ കേൾക്കുന്ന ഓരോ ഭവനങ്ങളെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവ്, ആ ദേശത്തെ ഈ ഭവനങ്ങൾ ഒരു സാക്ഷ്യമായി മാറട്ടെ. അവർ നിന്ദിക്കപ്പെട്ടാ കിടക്കുന്നെങ്കിൽ അവർ നിന്നയെ മാറ്റി കർത്താവെ ദേശത്ത് ആ ഭവനങ്ങളെ എൻ്റെ കർത്താവ് ഒരു അത്ഭുതമാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. ഏറെ നന്മകളാൽ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രമല്ല, സാക്ഷ്യങ്ങളും അറിയിക്കണം. പ്രൈസ് ലോർഡ്. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഒരു കാര്യം എനിക്കറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്കു മാറത്തില്ല. അവൻ അന്ത്യത്തോളം എൻ്റെ കർത്താവ് നിന്നെ ജയോത്സവമായി, എങ്ങനെയാ ജയോത്സവമായി തന്നെ നടത്തും. ആമേൻ. അത് ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.